ഹലോ ഗായ്സ്, SKB ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യം ആണ് ഇങ്ങനെ ഒരു വീഡിയോ. പ്രത്യേകിച്ച് ഈ ഒരു സിനിമയുടെ മണിച്ചിത്രത്താഴ് സിനിമയുടെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു. എന്തിന് ആ സിനിമ തിയേറ്ററിൽ പോയി കാണും എന്നൊരു തിയേറ്ററിൽ കാണാൻ അവർ അവസരം കിട്ടുമെന്നൊന്നും ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു. അതിപ്പോൾ അങ്ങനെ കഴിഞ്ഞ സാറ്റർഡേ നമ്മുടെ റിലീസിൻ്റെ അന്ന് തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് എനിക്ക് പറയുന്നത്. കാരണം ഞാൻ എടപ്പള്ളി വനിതയെന്നാണ് കണ്ടത്. അത് അവിടുത്തെ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 കാലമായിരുന്നു ആദ്യ ഷോ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഷോയ്ക്ക് തന്നെ കയറി സ്ക്രീൻ 4 അറിയാലോ, അവിടുത്തെ അറിയുന്ന കൊച്ചിയിൽ അവിടെ പോയവർക്ക് അറിയാൻ പറ്റും. ഇവിടെയുള്ള സിനിമ സ്ക്രീനിൽ ഏറ്റവും ചെറിയ സ്ക്രീൻ തന്നെയായിരുന്നു. എങ്കിലും സ്ക്രീൻ കംപ്ലീറ്റ്ലി അത് ഫുള്ളും ആയിരുന്നു. എനിക്ക് ആ ഒരു സ്ക്രീനിനെ പറ്റിയും കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പറയാനുള്ളത് ഈ സിനിമയെ പറ്റിയാണ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ എക്കാലത്തെയും ഒരു ക്ലാസിക് ഹൊറർ ത്രില്ലർ മൂവിയാണ്. പിന്നെ അത് പല ഭാഷകളിലും റീമേക്ക് ആയിട്ട് നമുക്കറിയാം. ചന്ദ്രമുഖി, പിന്നെ കന്നഡയിലും തെലുങ്കിലും, ബുൽബുലയ എന്ന രീതിയിൽ ഹിന്ദിയിലും, ഇങ്ങനെ പല രീതിയിലും അത് റീമേക്ക് ചെയ്യാൻ കുറച്ച് സ്റ്റോറീസിലെ കുറച്ച് ഡിഫറൻസ് വരുത്തിയിട്ട് റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും നമ്മൾ റീമേക്ക് ചെയ്യുമ്പോൾ, മലയാളത്തിൽ നിന്ന് റീമേക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അതിന് മലയാളത്തിൽ നിന്ന് വേറൊന്ന് റീമേക്ക് ചെയ്താലും മലയാളത്തിലെ ആ ഒരു സിനിമയെ വെല്ലാൻ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ഒരു സിനിമയും, പ്രത്യേകിച്ചും നമ്മുടെ മണിച്ചിത്രത്താഴിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലോ, ആ ഒരു സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു സ്ട്രോങ് എലമെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അതിൽ അഭിനയിച്ച നടന്മാർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നെടുമുടി വേണു, പപ്പു, അതുപോലെ നമ്മുടെ ഇന്നസെന്റ്, ഇങ്ങനെ വലിയൊരു കാസ്റ്റിംഗ്. ഐ മീൻ നമ്മുടെ സ്ട്രോങ് പില്ലേഴ്സ് ആയിരുന്നു ഇവരൊക്കെ മലയാള സിനിമയിൽ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവരെല്ലാം നമ്മൾ വിട്ടുപോയി. അവരെല്ലാം ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട്, ഒരു സ്നേഹപൂർവ്വം ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ ആ ഒരു ടൈറ്റിൽ കാർഡൊക്കെ സ്റ്റാർട്ട് ചെയ്തതും. അതെന്തായാലും എനിക്കൊരു ഭയങ്കര ഒരു നൊമ്പരം തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ. ഒത്തിരി മനസ്സിടറിപ്പോയി. കാര്യം അങ്ങനെ ഒരു സിനിമ നമ്മൾ കാണുന്നതിന് അവരൊന്നും ഇപ്പോൾ ഇല്ലല്ലോ എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന പോലെ ആയിപ്പോയി. അത്രയും ഒരു അങ്ങനെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ടൈറ്റിൽ കാർഡ് കാര്യങ്ങൾ അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു പാട്ടുണ്ടായിരുന്നു, മറ്റേ നമ്മുടെ അക്കുത്തിക്കുത്താനെന്ന് പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നു വേണുഗോപാൽ സാറാണ് അത് പാടിയത്. അപ്പോൾ ആ ഒരു സോങ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ അത് കംപ്ലീറ്റ് ഫുൾ സ്ക്രീനായിട്ടൊന്നുമല്ല അത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു നമ്മൾ കണ്ടിരിക്കുന്ന ഫോർമാറ്റിൽ, ആ ഒരു നമ്മൾ ഭ്രമയോഗം കണ്ട ആ ഒരു സൈസിലായിരുന്നു സിനിമയുടെ ഏകദേശം. അപ്പോൾ അങ്ങനെ സിനിമ സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് നമ്മളൊക്കെ ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും പല ഡയലോഗുകൾ എന്താ പറയുക, നമുക്ക് എല്ലാ ഡയലോഗും കാണാപ്പാടാണ്. നമ്മുടെ ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് തന്നെ റെസ്പോൺസും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരും പല ഡയലോഗുകൾ വരുമ്പോഴും ഓഡിയൻസും ആ ഒരു ഡയലോഗ് ഏറ്റു പറയുക, അവർ ആ ഡയലോഗ് പറയുന്നതിന് മുന്നേ തന്നെ ഇവർ ആ ഡയലോഗ് പറയുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പല സീനുകളും നമുക്ക് ബൈഹാർട്ടാണ്. നമ്മളൊരു 100 തവണയെങ്കിലും ആ ഒരു സിനിമകൾ നമ്മൾ ഭൂരിഭാഗം പേരും കണ്ടിട്ടുണ്ടാവും, മണിച്ചിത്രത്താഴ് എന്ന സിനിമ. അപ്പോൾ അങ്ങനെ ഒരു സിനിമ അല്ല, ഓരോ സീൻസും ബൈഹാർഡായിട്ട് പല സീനുകളാണെങ്കിലും നമ്മൾ അറിയാതെ എത്ര തവണ കണ്ടാലും അതങ്ങ് കയ്യടിക്കുക. അതുപോലെ ആ ഒരു സീന് നമ്മൾ ചിരിക്കാനും ഇപ്പോഴും സാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു പഴയ സിനിമകളുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ സിനിമകൾക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ റിപ്പീറ്റ് വാല്യൂ എന്നുള്ള സിനിമകൾ നമുക്ക് പല സിനിമകൾക്കും ഇല്ല. ഒരു 99% സിനിമകൾക്കും പറയാൻ പറ്റും റിപ്പീറ്റ് വാല്യൂ എന്നുള്ള സംഭവം ഇല്ല. അത് ഈ പഴയ സിനിമകളുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. കാര്യം ആ ഒരു സീൻസ് വീണ്ടും കാണുമ്പോഴും നമുക്കൊരു പുതുമ തോന്നുന്നതൊക്കെ അതുകൊണ്ടാണ്. പിന്നെ ഈ സിനിമയിൽ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യമായിട്ട് തോന്നിയത് ഇതിൻ്റെ സൗണ്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പല ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് കുറച്ച് അഡീഷണലി ആഡ് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. കുറച്ച് പേടിപ്പിക്കാനുള്ള സീൻസുകളൊക്കെ വരുമ്പോഴും ചില മൂവ്മെൻറ്റുകളൊക്കെ പെട്ടെന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിയാനോടെ ആയാലും അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ പാട്ടുകളിലാണെങ്കിൽ കൂടി ഒരു റീവർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷെ നന്നായിട്ട് തന്നെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്, നല്ല ക്ലീനാണ്, സൗണ്ടൊക്കെ പക്കയാണ്. കുറച്ചും കൂടി ഇമ്പാക്ട്ഫുൾ ആവുന്നത് നമുക്ക് തോന്നി തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് തൊട്ടാണ്. ശരിക്കും ആ ഒരു സൗണ്ടിൻ്റെ ക്ലാരിറ്റി, ഐ മീൻ നമ്മൾ അഡീഷണലി ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരു മ്യൂസിക്കിൽ ചെയ്ത ആ ഒരു ചേഞ്ചൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു സെക്കൻഡ് ഹാഫിലാണ് കൂടുതലും. പ്രത്യേകിച്ച് എനിക്ക് തോന്നിയത് ആ പഴന്തമിഴ് പാട്ട് എന്നുള്ള സോങ് മുതൽ അങ്ങ് വേറെ ലെവലിലേക്കാണ് സൗണ്ടിൻ്റെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ ഒരു മുறை വന്ന് പാർത്തായ എന്നുള്ള ആ സോങ്ങും നല്ല ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് പാട്ടിലെ ചേഞ്ചുകളല്ല, വേറെ വീണ്ടും പാടിയിട്ടുണ്ട് അങ്ങനെയൊന്നുമല്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവർ ചെയ്തിരിക്കുന്ന മ്യൂസിക്, ഓർക്കസ്ട്ര വർക്കൊക്കെ കുറച്ച് റീവർക്ക് ചെയ്തിട്ടുള്ളതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പോരായ്മ എന്ന് ഞാൻ പറയില്ല, ഒരിക്കലും പോരായ്മയല്ല. കാരണം പഴയ പ്രിൻ്റാണ്. 4K എന്ന് പറയുമ്പോൾ നമുക്ക് ആ തിലകൻ സാറൊക്കെ വരുന്ന സമയത്തുള്ള ആ ഒരു ചെറിയ ഒരു പോർഷൻ കുറച്ച് ബ്ലർ ചെയ്തിട്ട്, കുറച്ച് കളറൊക്കെ ചെറിയൊരു
ബുദ്ധിമുട്ട്, ചെറിയൊരു ഫീൽ തോന്നി, അതേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും അതൊരു എന്താ പറയുക, ഒരു മോശം കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. അത് അങ്ങനെ പറ്റുള്ളൂ, കാരണം പ്രിന്റ് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ 1-2 മിനിറ്റിന്റെ കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ വേറെയൊക്കെ പക്ക അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ക്ലൈമാക്സ് സൂപ്പറാണ്, ഒരു രക്ഷയില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയാലോ, ലാലേട്ടൻ്റെ ഇൻട്രോ സീൻസ് ആണെങ്കിലും ബാക്കി ഓരോരുത്തരുണ്ട്, ശോഭനയുടെയും സുരേഷ് ഗോപിയുടെ ആണെങ്കിലും രണ്ടുപേരും ഇൻട്രോയൊക്കെ നിറഞ്ഞ കയ്യടി തന്നെയായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഓർത്ത് പറയാൻ പറ്റുന്ന ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ തിലകൻ സാർ വന്നിട്ട് നമ്മുടെ അമ്പട കേമ കണ്ണിക്കുട്ട എന്നുള്ള സീനൊക്കെ ഇല്ലേ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ സീൻ പറയുന്നതിന് മുന്നേ തന്നെ തിലകൻ അങ്ങനെ ഓടി വന്നിട്ട് മോഹൻലാൽ അമ്പട കേമ എന്ന് പറയുമ്പോൾ ഓടി വരുന്നില്ലേ, ആ സീനൊക്കെ ഓഡിയൻസ് തന്നെ ആ ഡയലോഗ് പറയുക എന്നുള്ളതാണ്. അത്ര എന്താ പറയുക, ഒരു വേറെ ലെവൽ ഫീൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ക്ലൈമാക്സിൽ ആ ടൈറ്റിൽ കാർഡ് ഡയറക്റ്റഡ് ബൈ ഫാസിൽ സാർ എന്നുള്ള ആ ഒരു ഫാസിൽ എന്നുള്ള ആ ഒരു ടൈറ്റിൽ കാർഡും കിട്ടിയ കയ്യടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ കയ്യടിക്കാൻ നേരെയുള്ള ഈ സിനിമയിലെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം സീൻസ് നമുക്ക് ബൈഹാർട്ടാണെങ്കിലും എല്ലാ സീൻസും നിറഞ്ഞ കയ്യടിയാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് സിനിമ. കാര്യം KPS ലളിത, പപ്പു, ഇന്നസെന്റ്, നെടുമുടി വേണു, പിന്നെ അതേപോലെ ഇങ്ങനെ ഒരു തിലകൻ സാർ, പിന്നെ അതേപോലെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, എല്ലാവരെയും ഒരു ഓർമ്മിക്കാനൊരു ദിവസം കൂടിയായിരുന്നു ആ ഒരു സമയം. ആ ഒരു സിനിമയിൽ ഇത്രയും പേരാണ്, ഒരു സിനിമയിൽ ഭൂരിഭാഗം പേരും ഇന്നില്ല. അഭിനേതാക്കൾ മാത്രമല്ല, അല്ലാതെ അതിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്ത കുറേ ആൾക്കാർ ഇപ്പോൾ ഇന്നില്ല എന്ന് തന്നെ പറയണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് മാത്രമാണ് എനിക്ക് ഇത്തിരി ഒന്ന് വിഷമമായത് ആ ഒരു സിനിമ കാണുമ്പോഴൊക്കെ കിട്ടിയ എക്സ്പീരിയൻസിൽ. ബട്ട് ടോട്ടലി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഇതുപോലെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ഇനിയുണ്ട്, അതെല്ലാം റീമാസ്റ്റർ ചെയ്യുക. പിന്നെ റീമാസ്റ്റർ ചെയ്ത ആ ഒരു ടീമിനെ കുറിച്ച് പറയാനുണ്ട്. മാറ്റിൻ്റെ എന്നുള്ള ചാനലാണ്, ഞാൻ അവരുടെ ഫോളോവറാണ് യൂട്യൂബ് ചാനലിൽ. അവർ കുറേ സിനിമകൾ റീമാസ്റ്റർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ട്രൂത്ത് ഞാൻ കണ്ടു, വെട്ടം, അതേപോലെ വൺ മാൻ ഷോൻ്റെ കുറച്ച് സീൻസ് കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് സിനിമകൾ അവർ റീമാസ്റ്റർ ചെയ്ത് കൊണ്ടുണ്ട്. സീൻ ബൈ സീൻ കൊണ്ടുവരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് മൂവി ആയിട്ടും ചെയ്യുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനിയും ഇതുപോലെ ഒരുപാട് സിനിമകൾ അവർക്കും ചെയ്യാൻ സാധിക്കട്ടെ. അതുപോലെ പഴയ സിനിമകൾ ഒരുപാട് നമുക്ക് വീണ്ടും കാണാൻ താല്പര്യമുള്ള ഒരുപാട് സിനിമകളുണ്ട്. ലാലേട്ടനെ മാത്രമല്ല, മമ്മൂക്കയുടെയും ഒരുപാട് സിനിമകൾ ഞാൻ പേഴ്സണലി കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ് ഇത് കിങ്ങും. അതേപോലെ ധ്രുവം ഒക്കെ വീണ്ടും റീമാസ്റ്റർ ചെയ്ത് കൊണ്ടുവരട്ടെ. ഒരു 4K ആ ഒരു ഡയലോഗ്സും മുഴങ്ങുന്നത് കേൾക്കാനും താല്പര്യമുണ്ട്. ലാലേട്ടൻ്റെയും ഇനിയും ഒരുപാട് സിനിമകൾ ബാക്ക് എൻഡിലുണ്ട്. അതേപോലെ ദിലീപിൻ്റെ പടങ്ങൾ, കല്യാണരാമൻ, ഇഷ്ടം, ഇതുപോലെ കുറേ സിനിമകൾ അങ്ങനെയുണ്ട്. എല്ലാം ഒന്ന് റീമാസ്റ്റർ ചെയ്ത് വരട്ടെ. നമുക്ക് തിയേറ്ററിൽ പണ്ട് കാണാൻ സാധിക്കാത്തവർക്ക് വീണ്ടും കാണാൻ സാധിക്കട്ടെ, അത്രേ പറയാനുള്ളൂ.